നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നൂലുകെട്ടും പേരിടൽ ചടങ്ങും ഒക്കെ എന്റെ വീട്ടിൽ വെച്ച് നടത്തിയ പോരെ? അതല്ലേ നാട്ടു നടപ്പും. ഇതിലെങ്ങനെ നാട്ടു നടപ്പൊന്നും നോക്കണ്ട. അതിരെ എല്ലാരും കൂടി തീരുമാനിച്ചല്ലേ ഇവിടെ വെച്ച് തന്നെ നടത്താന്ന്. അങ്ങനെ ആര് തീരുമാനിച്ചെന്ന്? എന്റെ ചേച്ചിയോ? എന്റെ വീട്ടിലെ കാര്യം നോക്കണ്ട, മറ്റു ബന്ധുക്കളെയൊക്കെ ക്ഷണിച്ചാൽ മതി. അധികം ആളുകളൊന്നും വേണമെന്നില്ല, ബന്ധുക്കളെ പോലും വിളിക്കണമെന്നില്ല. നമ്മളും മോളുടെ വീട്ടുകാരും മാത്രം മതി. എന്തിനാ എല്ലാരെയും വിളിച്ചു വരുത്തി എല്ലാ നാട്ടുകാരെ കൂടി അറിയിക്കുന്നത്? നാണക്കേട് വിളിച്ചു വരുത്തണ്ട. ഞാൻ അച്ഛനോടൊരു കാര്യം ചോദിക്കട്ടെ? കുഞ്ഞിന്റെ നൂലുകെട്ടും പേരിടൽ ചടങ്ങൊക്കെ വലിയ ആഘോഷാക്കണമെന്ന് അച്ഛനും ആഗ്രഹമില്ല. എനിക്കറിയാം ഉണ്ടെന്ന്. എല്ലാ ബന്ധുക്കളെയും വിളിച്ചു വരുത്തി നല്ലപോലെ നടത്തണമെന്ന് തന്നെയാ അച്ഛന്റെ ആഗ്രഹം. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ടാ അച്ഛനത് വേണ്ടാന്ന് വെക്കുന്നത്. അതിലാദ്യത്തേത് സ്നേഹയുടെ കാര്യമാണെന്ന് എനിക്കറിയാം. അത്രയ്ക്ക് നാണം കെടാനും മാത്രം അവളൊന്നും ചെയ്തിട്ടില്ലല്ലോ അച്ഛ. അവളൊരാളെ സ്നേഹിക്കുന്നു, അത് നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ എതിർക്കുന്നു. ഇതൊക്കെ ഇവിടെ മാത്രമല്ലല്ലോ, എല്ലാ കുടുംബത്തിലും നടക്കുന്നതല്ലേ. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറയുന്നു. ഇനിയുള്ളത് എൻ്റെ ആതിരയുടെയും പിണക്കം. അത് വെച്ചും കാര്യമാക്കേണ്ട കാര്യമില്ല. ഇളയത് മൂത്തതൊക്കെ ആകുമ്പോൾ വഴക്കൂടിയെന്നും പിണങ്ങിയെന്നും ഒക്കെ വരും. പണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് ഈ വക പ്രശ്നങ്ങളൊന്നും കുഞ്ഞുമോളുടെ ചടങ്ങിനെ ബാധിക്കരുത്. ഈ കുടുംബത്തിൽ ആദ്യമായിട്ട് അച്ഛനുണ്ടായ പേരുകുട്ടി അവള്. ഇവിടെയുള്ള മുതിർന്നവരുടെ കുറ്റം കൊണ്ട് കുഞ്ഞുമോളുടെ ഒരു ചടങ്ങും നമ്മൾ ആഘോഷിക്കാതിരിക്കേണ്ട. അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് നല്ലപോലെ തന്നെ നടത്താൻ നമുക്ക്. ഈ നൂലേട്ടും മറ്റു ചടങ്ങുകളും ഒക്കെ അവളുടെ മധ്യസ്ഥതയിൽ തന്നെ വേണമെന്ന് ഇങ്ങനെ വാശി പിടിക്കുന്ന എന്താന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ചടങ്ങ് ഈ വീട്ടിൽ വെച്ച് നടത്തണമെന്ന് അവള് തീരുമാനിക്കുന്നു, ആരെയൊക്കെ വിളിക്കണമെന്നും അവള് തീരുമാനിക്കുന്നു. അങ്ങനെ എല്ലാം ഒറ്റയ്ക്ക് അവള് തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ കുഞ്ഞിന്റെ അമ്മയെ നിനക്കെന്താ ഇവിടെ ഒരു സ്ഥാനം? ചടങ്ങെന്നൊക്കെ എല്ലാരും പറയുന്നുണ്ടെങ്കിലും എല്ലാം അർച്ചനയുടെ സൗകര്യത്തിന് നടക്കുന്നേ. പ്രസവം കഴിഞ്ഞ് സാധാരണ 56 ദിവസം കഴിഞ്ഞാ ഭർത്താവിന്റെ വീട്ടിലേക്ക് അമ്മയും കുഞ്ഞിനെയും കൊണ്ടുവരുന്നത്. അപ്പോഴത്തെ സാഹചര്യത്തില് അന്ന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നു. എന്നാൽ ഇപ്പൊ ആ സാഹചര്യം മാറി. ശരിക്കും ഈ ചടങ്ങ് നടത്തേണ്ടത് വൃന്ദാവനം എന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടിലാ. മാഷിനും കമലടത്തേക്കും ഒക്കെ ആഗ്രഹം കാണില്ലേ ചടങ്ങ് അവിടെ വെച്ച് നടത്താൻ? ആഗ്രഹമൊക്കെ ഇവിടെ ആരും മൈൻഡ് ചെയ്യാം. അർച്ചന പറയുന്നതല്ലേ ഇവിടെ നടക്കൂ. അതിപ്പോ നമ്മുടെ അച്ഛന്റെ കാര്യമായാലും ശരി, കുഞ്ഞായ നിന്റെ മോളുടെ കാര്യമായാലും ശരി. അങ്ങനെ എല്ലാം മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്ത് ജീവിച്ചാലേ അവസാനം നിനക്ക് നിന്റെ ജീവിതത്തിലൊന്നും ചെയ്യാനും തീരുമാനിക്കാനും കഴിയില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഞങ്ങളുടെ കാര്യത്തിൽ തലയിടരുതെന്ന് ചേച്ചിയോട് എത്ര പറഞ്ഞാലും അവർക്കത് മനസ്സിലാവണ്ടേ ഏട്ടത്തി? എത്ര തവണ ഞാൻ പറഞ്ഞതാ ഞങ്ങളുടെ ഇടയിലേക്ക് വരരുതെന്ന്. പറഞ്ഞാൽ മനസ്സിലാവുന്നവരോടല്ലേ നമുക്ക് പറയാൻ പറ്റും. അർച്ചനോട് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാവുന്ന വേറെ ആൾക്കാരുണ്ടല്ലോ ഇവിടെ. നീ നേരെ ചെന്ന് അച്ഛനോട് കാര്യങ്ങൾ പറ. ഈ ചടങ്ങ് വൃന്ദാവനത്തിൽ വെച്ച് നടത്താന്ന് പറ. നീ നിന്റെ കുഞ്ഞിന്റെയും ജീവിതത്തിന്റെയും കാര്യങ്ങളാ പറയുന്നത്. ധൈര്യമായിട്ട് പോയി പറയാം. ഇന്ന് പേടിച്ചിരുന്ന നാളെ ഒരുപാട് കാര്യങ്ങൾക്ക് കണ്ണടച്ചു കൊടുക്കേണ്ടി വരും.
അതിനുള്ള സാഹചര്യം നീയായിട്ടുണ്ടാക്കണ്ട. നിന്റെ കുഞ്ഞിന്റെ കാര്യം തീരുമാനിക്കേണ്ടത് നീയാ, അല്ലാതെ അർച്ചനയല്ല. തിരുമല പിയോ അവരെ തന്നെ ഏൽപ്പിച്ചാൽ മതി. വേട്ടമുക്ക്. ശരി. ആ ആ സച്ചേട്ടൻ അത് മതി. ചടങ്ങിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. സച്ചേട്ടന്റെ ജോലി സച്ചേട്ടൻ തീർത്തു. നമ്മുടെ ജോലി ഇപ്പോഴും പെൻഡിങ്ങില. അങ്കിള് വെട്ടത്തി ബാക്കി പേരുകൾ പറയേ, മറക്കാതിരിക്കാൻ എഴുതി വെക്കട്ടെ. ഈ എഴുതിയവരുടെ പേരൊക്കെ മതി. എല്ലാവരെയും ഒന്നും ക്ഷണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത്രയും പേര് വിട്ടുപോകാതെ ക്ഷണിക്കണം. അത് ഞാൻ ഏറ്റു. എനിക്കധികം യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ തന്നെ പോയേനെ. അച്ഛൻ ഇവിടെ തന്നെ ഇരുന്നാ മതി. ഇനി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റു. എല്ലാവരും ഇതെടുത്ത് കുടിച്ചാട്ടെ. ആഹാ, നൂലുകെട്ടും പേരിടൽ ചടങ്ങുമൊക്കെ ആഘോഷിക്കുകയാണല്ലോ. പിന്നെ ആഘോഷിക്കാതെ ഈ കുടുംബത്തിലെ ആദ്യത്തെ പേരക്കുട്ടിയുടെ നൂലുകെട്ടല്ലേ, അത് പറയാനുണ്ട് അല്ലേ അച്ഛാ? ഞാൻ പറഞ്ഞത് ആ ചെറിയ രീതി നടത്താന്ന്. അർച്ചനയുടെ ഒറ്റ വാശിയിലാ ഇത് ആഘോഷമായിട്ട് നടത്താൻ തീരുമാനിച്ചത്. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? നൂലുകെട്ടും പേരിടൽ ചടങ്ങും ഒക്കെ എന്റെ വീട്ടിൽ വെച്ച് നടത്തിയാ പോരെ? അതല്ലേ നാട്ടു നടപ്പും. ഇതിലെങ്ങനെ നാട്ടു നടപ്പൊന്നും നോക്കണ്ട അതിരെ. എല്ലാരും കൂടി തീരുമാനിച്ചല്ലേ ഇവിടെ വെച്ച് തന്നെ നടത്താന്ന്. അങ്ങനെ ആര് തീരുമാനിച്ചെന്നാ? എന്റെ ചേച്ചിയോ? എന്തേ, ഞാൻ ചോദിച്ച സന്ദീപ് കേട്ടില്ലേ? അങ്ങനെ തീരുമാനിച്ചത് ആരാന്ന്? അല്ല, നീ എന്താ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ? സാധാരണ ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്ന ആരാണോ അവരൊക്കെ തന്നെ. സാധാരണ തീരുമാനം എടുക്കുന്നവരാരും എന്റെ കൊച്ചിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണ്ട. അതിന് ഞാനും നീയും ഇവിടെ ഉണ്ട്. ആതിരെ, നിനക്കിതെന്തിന്റെ കേടാ? അവിടുത്തെ അച്ഛനും അമ്മയും അനുപേട്ടനും എല്ലാരും കൂടി എടുത്ത തീരുമാനമല്ലേ ഇത്? അല്ലാതെ ഇവിടെ ആരും ഒറ്റയ്ക്ക് തീരുമാനിച്ചതല്ല. ഞാൻ ഇറങ്ങി വരുമ്പോ അച്ഛൻ പറയുന്ന കേട്ടു അർച്ചനയുടെ വാശി പുറത്താ ഇത് നടത്തുന്നെന്ന്. എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ചേച്ചി ഇതിന് ആവശ്യമില്ലാതെ വാശി പിടിക്കുന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.